ചാർജ് ഉണ്ട്, കുറച്ചേരം ഇത് കത്തുള്ളൂ. ചാർജ് ഏകദേശം തീരാനായിട്ട്. റാന്തൽ, കുഞ്ഞു റാന്തൽ പാട്ടില്ലേ? ഇന്ന് നമ്മളടുത്തൊരു പെട്ടിണ്ട് കേട്ടോ. ഈ പെട്ടി കണ്ട് ഞെട്ടിപ്പോയി ഇങ്ങനെ നിക്കണ്. അമ്മ അമ്മ ഞെട്ടിയോ? എന്താ പെട്ടിയില് വിചാരിച്ചേ? കണ്ടോ ഈ സംഭവം കണ്ടപ്പോ പിന്നെ ഞാൻ മനസ്സിലായില്ല എന്താന്ന്. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഉപയോഗിച്ചില്ല. നമ്മള് കൊറേ ദിവസമായിട്ടോ ഞാൻ സന്തോഷേട്ടനോട് ഇങ്ങനെ പറയണേ, എന്താ നമുക്കൊരു വീട്ടിക്ക് തുടപ്പ് കൊണ്ടിരി ചൂല് കൊണ്ടിരി എന്നിങ്ങനെ പറയലുണ്ട്. പക്ഷെ ഇന്ന് ഒന്നും പറയാതെ ഇവിടുന്ന് പോയതേനു. എന്നിട്ട് വന്നപ്പോ ഒരു പെട്ടിയാണ് കൊണ്ടുവന്നത്. പെട്ടി ഇങ്ങനെ തന്നില്ല കേട്ടോ, കവറിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നതേ. പിന്നെയാണ് ഇത് ചിത്രം കണ്ടപ്പോ നമുക്ക് മനസ്സിലാക്കാലോ. പക്ഷെ സാധനം ഉപയോഗിക്കേണ്ട ഇതൊന്നും നിച്ചല്ല കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് സ്റ്റിക്കറൊക്കെ എടുത്തിട്ട് നോക്കി. അമ്മയ്ക്ക് അറിയാട്ടോ അമ്മ എങ്ങനെയാന്ന് അറിയാൻ പഠിച്ചത്. അമ്മ പണിക്ക് പോയ വീട്ടിലുണ്ട് ഇങ്ങനത്തത്. അപ്പൊ അവിടുന്ന് അമ്മ അതുകൊണ്ടാണ് തുടച്ചത് പറഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്ക് അറിയാം, എനിക്കാണ് അറിയാത്തത്. ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലല്ലോ. അന്ന് നമ്മള് പുതിയ വീടാക്കി കുടിരിക്കലിനൊക്കെ സാധനങ്ങൾ വാങ്ങിയല്ലോ. അന്ന് പിന്നെ നമ്മള് ഒരു കടയിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങിയത്. അന്ന് ഏത് കടയിൽ നിന്ന് നമ്മള് സാധനത്തെ ചൈനീസ് മേളയിൽ നിന്ന്. അപ്പൊ അന്ന് ചൂല് മുറം കാര്യങ്ങളെല്ലാം ഈ കുറഞ്ഞ വിലയിലായിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ. ബക്കറ്റ്, കോപ്പ, അങ്ങനെ മൊത്തത്തിലൊരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തു പോകുന്നതാ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുമില്ല. നമ്മള് സാധാ മോപ്പില്ല, ഞാൻ തുടക്കണ കണ്ടിട്ട് ചോദിച്ചിട്ടില്ല. ഇത് ഫിറ്റ് ചെയ്യാന്ന് വെച്ചല്ലേ, അത് കൂടെ ഈ വടി കണ്ടില്ല. എന്നിട്ട് പിന്നെ കണ്ടത് അത് അമ്മയ്ക്കറിയാം. അമ്മ അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തൊരു സോഫ്റ്റ് കേട്ടോ അത് കണ്ടപ്പോ അല്ലേ, നമുക്ക് പാറൂന്റെ ഒക്കെ പോലെ പിടിക്കും. സോഫ്റ്റ്. പക്ഷെ ഇതില്ലേ ഈ വെള്ളല്ലേ അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ് കയ്യിന് ഇങ്ങനെ പിയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ പിയ്യാൻ ഇങ്ങനെ വേണ്ടല്ലേ, അതുകൊണ്ടാ വാങ്ങിയ. അമ്മയ്ക്ക് അറിയാല്ലേ. അമ്മ എന്താ പോയപ്പോ തന്നെ സന്തോഷം അറിയണ്ടേ, എടാ നിന്നിട്ട് ഇങ്ങനെ കാട്ടണത് മറ്റങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സാധനത്തിനാണ് ഈ പറയണത് അറിയില്ല. ഇത് എല്ലായിടത്തും ഉണ്ടാവുമല്ലേ, നമ്മളടുത്തൊന്നുമില്ല. അത് അമ്മ കുറച്ച് വെള്ളം എടുത്ത് തുടച്ചു നോക്കുക. വാങ്ങാൻ പറ്റും. നമ്മൾക്ക് ഇതൊക്കെ ഒരു പുതുമയാണ്. അല്ലെ ഇങ്ങനെ ചെയ്താൽ വെള്ളം പോവും. നോക്കി നോക്ക്, ചെക്ക് ചെയ്ത്. തുടക്കല് രാവിലെ തന്നെ കഴിക്കൂലേ? ഞാൻ പോയപ്പോ തന്നെ പറഞ്ഞ ഇങ്ങനത്തെ എന്നാ കനല്ലാത്ത എനിക്ക് വേഗം തുടയ്ക്കാം, മറ്റേക്ക് തുടയ്ക്കാൻ കഴിയില്ല. എളുപ്പം കഴിക്കും. കുറച്ചുണ്ടായിക്കോട്ടെ. സിജിന്റെ ബാത്റൂമിന്റെ സെലക്ട് അത് ഓളാക്കിയാകെ. എന്താ ബാത്റൂമിന് കുഴപ്പം? നല്ല സ്റ്റോൺ ഇത് കണ്ടില്ലേ, പലത് ഈ കല്ലെണ്ണി ഇരിക്കാലോ. എന്ത് രസമുള്ള കല്ല. ഇതാ മോഡൽ എന്താ അവിടെ ഞാൻ എടുക്കാൻ ചെന്നപ്പോ. എന്താ അടിയിൽ മിനുസുള്ള ടൈൽസ് ആണ് വെച്ചത്. ഒരല്ല ടൈൽസ് വെക്കണം. കുറച്ചുകൂടെ ഗ്രിപ്പുള്ളത് കേട്ടോ, കുറച്ച് ചെറിയ ഇതുള്ളൂ, അതാണ് പറയണേ. പക്ഷെ അപ്പൊ വഴിക്കും ഇതുവരെ നമ്മള് ഒഴിച്ച് തുടച്ചില്ല കേട്ടോ. അപ്പൊ ഇനി നമ്മള് ഇതിലെ ഒഴിച്ചിട്ട് തുടയ്ക്കാം. സർപ്രൈസ് വാങ്ങി. ഇനിയുണ്ട് സർപ്രൈസ് അല്ലേ, കൊറേ ഒന്നിച്ചല്ലാതെ കൊറേ ആൾക്കാർ പറയണല്ലേ ഫുൾ ടൈം എപ്പോഴും പറയുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതും വാങ്ങിണ്ട്. നിങ്ങൾ എന്നോടൊരു പെട്ടെന്നില്ലേ
അത് വേണോ അത് ഇങ്ങനെയാണ് അതിലാണ് അയ്യ അല്ലമ്മ ഈ വെള്ളത്തിൽ കിടന്നൊന്നും ഇതാവണ്ടേ വെള്ളത്തിൽ വെറുതെ അതിലാണ് ഇതിലെ ചെയ്യേ ഈ വെള്ളത്തിലെ ആ വെള്ളത്തിലെ അതിലാണ് ചെയ്യുന്ന വെള്ളം മുഴുവനായിട്ട് പോകും അതില് ഇതിലാണ് വെള്ളാക്കണത് വെള്ളാക്കണ ആരാറിഞ്ഞപ്പോ ഈ പാത്രത്തിലെ വെള്ളം അതിലാക്കരുത് അല്ലമ്മ അതെ അതിലേക്ക് വെള്ളാക്കി ഇത് തോളം പോയില്ലല്ലോ അതിന് ഇതിലേക്ക് വെള്ളാക്കിണ്ട് ഇതില് മാത്രം വെള്ളം മതി അതിന് വെള്ളം അതിന് വെള്ളം ഉണ്ട് ഏതിന് വെള്ളം ഉണ്ട് അതില് ആ സാധനത്തില് വെള്ളം ഉണ്ടെന്ന് അമ്മക്കറിയാം ഇതല്ല അതിന് വെള്ളം ഉണ്ടല്ലോ അതിന് വെള്ളം ഉണ്ട് അതിലുണ്ടോ അമ്മ ഇതിലെങ്ങനെ വെള്ളം നിക്കണേ ഇത് കൊട്ടല്ലേ പിഴിയാത്ത ഇതും എന്തെങ്കിലും ആണോ അതിലൊന്നും അല്ല അത് ഇങ്ങനെ തന്നെ ചെയ്യാം ഇങ്ങനെ ഇല്ലല്ല നിറയോളാ പദ്ധതി പാടി പാടിയിട്ടൊന്നുമില്ല നിച്ചതുണ്ട് ഇതില് വെച്ചിട്ടേ എന്താ എനിക്ക് തോന്നുന്നത് എനിക്ക് വെള്ളം വന്നിട്ടുണ്ട് വിട്ട ഞാപ്പത് അവിടുന്ന് തുടച്ചാ ഇതിരിക്ക് വെള്ളമായിട്ടുണ്ട് ഇതിരിക്ക് ഇതിൽ വെള്ളം ഉണ്ടാക്കിയത് ആ സംഭവത്തിൽ ഇത് കൊറേ എത്ര വെള്ളം വേണ്ട ചേച്ചി എത്ര വെള്ളം വേണ്ട അപ്പൊ താരങ്ങളൊന്ന് കമന്റ് ചെയ്യും ഇങ്ങനെ തന്നെ തുടക്കുക ഇങ്ങനെ തുടച്ചാലേ ഉള്ളൂ ഓ ചടയിൽ പോരും ഇങ്ങനെ പരത്തി തുടച്ചാലേ ഉണ്ടല്ലേ ചേച്ചി ആ വെള്ള കളർ മതിയില്ലേ അതെന്താ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ആവണല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകണല്ലോ ഈ സാധനം അതങ്ങനെ ആവണല്ലോ അങ്ങനല്ല ശരിക്കും കാണണം പഠിക്കട്ടെ അപ്പൊ ഞങ്ങൾ പഠിച്ചോട്ടോ സംഭവം ഇവിടെ ലോക്ക് ഉണ്ട് ഈ ലോക്കാണ് ഞാൻ അതാണ് ആ കേരളത്തിലുണ്ട് കേട്ടോ കാണിക്കുന്നത് ഇതിന്റെ യോജിപ്പിച്ച് വരുന്നതും വെള്ളത്തിന് മുക്കണതും എല്ലാം ഉണ്ട് അതിന്റെ ഓരോന്നാക്കി കൊടുത്തിട്ട് അപ്പൊ അത് കറക്റ്റ് ആയി കേട്ടോ മറ്റത് നമ്മള് കൈകൊണ്ട് പിടിക്കുന്നു അത് സാധാ മൂപ്പ് നമ്മൾ വ്യത്യാസം എന്താ അപ്പൊ കറക്റ്റ് ആയിട്ടോ നമ്മൾ തുടച്ച് റെഡി ആവട്ടെ അമ്മ ഫുള്ള് തുടച്ചിട്ട് നിൽക്കുന്നു ഞാൻ പൊട്ടിക്കട്ടപ്പോ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ കൊറേ ദിവസമായിട്ട് ഇല്ലാത്തൊരു സാധനം ഇല്ലാണോ അതിന്റെ കയ്യിൽ ഇല്ലാത്ത സാധനമാണ് ഇത് ആദ്യം നമുക്ക് തുടയ്ക്കാം കേട്ടോ അടുക്കളേക്ക് പ്രവേശനമല്ല ഇതിപ്പോ തന്നെ അതിന്റെ പണി എക്സ്പെക്ട് നോക്കല്ലേ ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്ക് മനസ്സിലായി മനസ്സിലായത് അല്ലെ ഇത് അതിന് കണ്ടു പക്ഷെ ഞാനില്ല അപ്പൊ അത് കണ്ടിട്ട് ഈ സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല മോഡലാണ് അതായത് ഇങ്ങനെ നോക്കുമ്പോ ഇതിലുണ്ടാവുമ്പോ ചെയ്യുമ്പോ തന്നെ ഈ വെള്ളമൊക്കെ മുഴുവൻ പോയിരുന്നു ഇത് പുറത്തുനിന്ന് പിന്നെടുക്കാം അതൊന്ന് നിറച്ച് പൊടിയല്ലോ ഈ നന്നാക്കാനുള്ള കത്രിക റെഡി ഇതുമേലും ഒന്ന് നന്നാക്കി ഒരു വശമായി കിട്ടണം കേട്ടോ ഈ കത്തി കൊണ്ട് ഇങ്ങനെ നന്നാക്കണല്ലേ ഇതുകൊണ്ട് തന്നെ മത്തി തന്നെ ഉണ്ട് കറക്റ്റ് ആയിട്ട് ഉദ്ഘാടനത്തിന് മത്തി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മത്തി മീൻ തന്നെ നന്നാക്കാം അതുകൊണ്ട് ആദ്യം പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ 2 തരം മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മീനെ ഞാൻ കൊണ്ടുവന്നപ്പോ തന്നെ വേഗം മസാല തേച്ച് വെച്ചു കേട്ടോ മഞ്ഞളും മുളകും ഉപ്പും കൂടി തേച്ച് വെച്ചതാണ് ഇതിക്ക് വേറെ എന്താ വെച്ചാൽ അപ്പ തേക്കാൻ വിചാരിച്ചു എന്താ വേണ്ട വെച്ചാൽ അപ്പട്ട് കൊടുക്കാൻ വിചാരിച്ചത് എന്താ പറയുക ഒന്ന് ഉപ്പ് പിടിച്ചോട്ടെ വിചാരിച്ചിട്ടോ ഇങ്ങനെ ആക്കി വെച്ചത്
ഇത് തളല്ലേ ഞാൻ എപ്പോഴും ഉണക്കത്തളയാണ് ഉണ്ടാക്കണ കണ്ടിട്ടുള്ളൂ അല്ലെ, വറക്കണതായിട്ടും വറ്റിക്കണതൊക്കെ ആയിട്ട്. ഇത് പച്ചത്തളയാണ്, പച്ചത്തള. അപ്പൊ ഞാൻ മത്തി നന്നാക്കാൻ പോകണേ. അപ്പൊ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ഇതുകൊണ്ട് നന്നാക്കാനുള്ള. കുറെ ആളെന്നോട് കമന്റ് ഇട്ടിരുന്നു, കുറെ പേര് പറഞ്ഞിരുന്നു ഫോണിൽ വിളിച്ചിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു കത്രിക വാങ്ങിക്കൊണ്ട് വന്നാ പിന്നെ ഈ കത്തിയോണ്ട് ഞാൻ മുറിക്കണപ്പോ പേടിയോ കൈ മുറിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞേന്നു. അപ്പൊ ഇന്ന് സന്തോഷമായിട്ട് ഇത് പറയാതെ കൊണ്ടു തന്ന കടയിലെത്തിയിട്ട് എന്നെ വിളിച്ച് ചോദിച്ചതാണ് ഇത് വാങ്ങണ്ടേന്ന്. അപ്പോഴാണ്, അല്ലാതെ എനിക്കൊരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല. നന്നാക്കണ നേരത്താവും. പുറത്തേക്ക് പോകല്ലേ നന്നാക്കാന്, ഇവിടെ നന്നാക്കിയ ഭയങ്കര മണം ഉണ്ടാവും. എന്ത് നമുക്ക് വേണമെന്നാ? ആ അത് കൊണ്ടുവരണുള്ളല്ലോ. ഓ നാവ് ഇങ്ങനെ കാണിച്ചു തരാട്ടോ. പൊട്ടത്തരം കാട്ടാൻ തുടങ്ങുന്നുണ്ട്. എനിക്കല്ല, ഞാൻ ഈ സാധനം കണ്ടപ്പോ ഇങ്ങനെ കാണിച്ചു വെക്ക. ആണോ? ഇതിപ്പോ ഞാൻ കത്തിരിക്കേണ്ട ഭാഗം ആക്ക് പിന്നോക്കാം. നോക്കണേ കുറച്ചുകൂടെ തൂക്കിട്. ആ ഒന്ന് എവിടെ ഇത് കൊണ്ടിരിക്കുക? ചക്കക്കുരുന്റെ ബാക്കിയുണ്ടല്ലോ. അത് ഞാൻ ആ കേട് വന്നത് ഒഴിവാക്കിയിട്ട് അല്ലാത്തത് മന്തി വെച്ചിട്ടാണേ. നമുക്ക് എപ്പോഴെങ്കിലും ചക്കക്കുരു ഇട്ട് കൂട്ടാൻ വെക്കാൻ പൂതിയാകുമ്പോ നല്ല സുഖമുണ്ടല്ലോ. അതിന്റെ ആൾക്കാരോട് ഇങ്ങനെ പറയണതേ. എത്ര ഉള്ളു ഇതൊക്കെ വേണം. ഇതിന്റെ തലയൊക്കെ സൂപ്പറായിട്ട് കിട്ടണ്ടോ? എത്ര ഉള്ളു? കൊണ്ട് തൂക്കി എങ്ങനെ കറക്റ്റായിട്ട് സാധനം കിട്ടിയത് അതങ്ങനെ കണ്ടില്ല. അതിനെ തൂക്കാറ്റല്ല നെൽപ്പിച്ചിട്ട് നന്നാവില്ലേ? എന്നും ഉണ്ടാവണല്ലോ അവിടെ. കുറച്ച് മാറ്റങ്ങളൊക്കെ ആക്കില്ലേ? ഇന്ന് ഫുള്ള് മാറ്റങ്ങളാണല്ലോ. ഇതേ നമ്മള് വാങ്ങിട്ടാണല്ലേ. കത്തിയാണ് എളുപ്പം. ഇതിങ്ങനെ ശീലായി അതാ എളുപ്പം. സുഖമൊക്കെ ഉണ്ട്. കത്തിയോണ്ട് നന്നാക്കി ശീലായിട്ട് എന്താണ് വിളിക്കാലോ വിളിക്കാലോ. കത്തി ഞാൻ ഇതില് ഇതോട് പറ്റില്ലെങ്കിൽ എടുക്കാൻ വിചാരിച്ചിട്ട് ഇതിന് വളർത്തി കൊണ്ടുവന്നതാട്ടോ. അപ്പൊ കത്തി വേണ്ടത് പറഞ്ഞു തന്നെ. ഏതായാലും നന്ദിട്ടോ. ഇത്ര എളുപ്പമാവും ഞാൻ വിചാരിച്ചില്ല. നോക്കിയേ ഇതിന്റെ ചെലക്ക എങ്ങനെ കളയാൻ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അത് ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ ഫോണുണ്ട് നോക്കിയമ്മോ. ഈ സൈഡ് ഭാഗം കൊണ്ട് പിന്നെ മത്തന്റെ ഇല ഉണ്ടെങ്കിൽ മത്തന്റെ ഇല ഉണ്ടെങ്കിലേ കുറച്ച് ഉപ്പിടുക, എന്നിട്ട് ഇങ്ങനെ കാട്ടിയ അതിന്റെ ചെറുക്കനെ ചെയ്യുമ്പോൾ തല മാത്രം കളഞ്ഞിട്ട് കുറേ നേരമായി നമ്മളെ മീൻ മസാല ഇങ്ങനെ പുരണ്ട് കിടക്കണം കേട്ടോ. അതിക്ക് 2 കറിവേപ്പിലേനെ പിച്ചിടുക. ചെറിയൊരു നല്ലൊരു മണം കിട്ടിക്കോളും. മത്തി നന്നാക്കി ഇപ്പം കഴിഞ്ഞോളൂ കേട്ടോ. കുറച്ച് പണി എടുത്തു. കാരണം വെച്ചാൽ ആ കത്തി നമുക്ക് ഇങ്ങോട്ട് ഇനി ശീലമായി വരുവോളം കുറച്ച് പണിയല്ലേ. സാധാ കത്തി കൊണ്ട് ചെയ്യും പോലെ അല്ലല്ലോ. ഒന്ന് വഴങ്ങി കിട്ടണം. എന്ത് വെളുത്തുള്ളി പോണേനും കൂടി ഇതിക്കൊന്നും ഇങ്ങനെ ഞാൻ ഉണ്ടിട്ടെടുത്താട്ടെ. പൊരിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ അടുപ്പത്ത് സാധാ അടുപ്പത്ത് മൺചട്ടിയിലാണ് നമ്മൾ മത്തീനെ ഉണ്ടാക്കണത്. മത്തി നമുക്ക് അങ്ങനെ വാങ്ങലില്ല കേട്ടോ. ഇതിലങ്ങനെ വരലില്ല സാധാരണ. ഇതൊക്കെ ടൗണിൽ പോയപ്പോൾ കിട്ടിയതാണ്.
കറി വെക്കാൻ അങ്ങനെ പറ്റില്ല തോന്നുന്നു. മീന് ഇത്ര രസം കിട്ടൂല. ഒന്നുമില്ലെങ്കിലൊക്കെ വെക്കും ചെയ്യാട്ടോ. വെക്കുന്നവരുണ്ടാവും രസത്തിലൊക്കെ തേങ്ങ അരച്ചൊക്കെയാണ്. ഇങ്ങനത്തെ മീനൊക്കെ തേങ്ങ അരച്ചാണ് കറി വെക്കാട്ടോ. പുളി മുളക് ചേർത്ത് അങ്ങോട്ട് വലിയ രസം ഉണ്ടാവില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുള്ളിലിട്ടിട്ട് അത് ജാറിലിട്ടിട്ട് അരക്കാനുള്ളതില്ല, കുറച്ച് എടുക്കണുള്ളൂ, കുറച്ച് മത്തിയുള്ളൂ. അപ്പോൾ കുഞ്ഞുള്ളിലിട്ട് കുത്തിയാൽ വേറെ രസമാവില്ലേ കല്ലിൽ. കേട്ടോ എൻ്റെ തീ പിടിപ്പിക്കുക. ഇന്ന് മീൻ കറി ആക്കിയിട്ടല്ല കേട്ടോ, സാമ്പാർ വെച്ചതുണ്ട്. രാവിലെ ഇഡ്ഡലി സാമ്പാർ ചെയ്യണം. അപ്പോൾ കുറച്ച് സാമ്പാർ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് എന്നാൽ അപ്പൂസം തിന്നിട്ടുണ്ട്. ചിലപ്പോൾ അതിന് വേണ്ടി തിന്നൂല. ഓരോരോ സ്വഭാവമാണ്. പിന്നെ ഇഡ്ഡലി കുറച്ച് രസമുണ്ട്, അതുകൊണ്ടാവും. ഉലുവ പൊട്ടിച്ചിട്ട് നമ്മൾ മത്തി വയ്ക്കണം. എല്ലാവരും അങ്ങനെ തന്നെയാവും കേട്ടോ. എന്നാലും നമ്മൾ വെക്കണ പോലെ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ നമ്മൾ കറുവത്തി കൊണ്ട് കറി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പച്ചടി ഉണ്ടാക്കുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കറുത്തേൻ്റെ കഷ്ണം ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്, കിട്ടാനുണ്ട്. പക്ഷെ ഇന്ന് ഉണ്ടാക്കണില്ല. പൂള കൊണ്ടാട്ടം അതേപോലെ ചോദിച്ചിട്ടുണ്ട്. പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ അടുത്ത് പൂള ഇല്ല, അതാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടുമ്പോൾ മെയിൻ റോട്ടിൽ കൂടെ പോയത്, നമ്മളെ അടുത്ത് കൂടെ വന്നില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാത്ത. അതേപോലെ പച്ചടി അതെന്തായാലും തീർച്ചയായിട്ടും കാണിക്കാം. ഇന്നിപ്പോൾ നമുക്ക് മീൻ കണ്ടാവും, മീനും ഉണ്ട് സാമ്പാറും ഉണ്ട്. അപ്പോൾ പച്ചടി ഉണ്ടാക്കി എന്തായാലും കൂട്ടൂല, മാസമായി പോകും വിചാരിച്ചിട്ടാണ്. അപ്പം അതും വൈകാതെ നമ്മൾ ഉണ്ടാക്കും കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അങ്ങാടി പോയപ്പോ ചായ ഒന്നും കുടിച്ചില്ലാന്നറിയാട്ടോ. മോശമായിട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് അതെ അത് കുടിക്കണം അല്ലേ? തീ പാലുണ്ട്, ഒരു വിരുന്നാരുണ്ട് തോന്നുന്നു. അങ്ങനത്തെ പരിപാടി നിൽക്കണ്ടോ? അടുപ്പിൽ തീ ഇങ്ങനെ പാലിയാൽ വിരുന്നാര് വരും അറിയണേക്കാട്ടോ. നമ്മുടെ ഇവിടേക്കൊക്കെ പറയും, നോക്കുക ആരേലും വരുമോന്ന്. കണ്ടോ നല്ല പാലുണ്ട്. രാവിലെ തീ പാടിയാ വരും, ഉച്ചക്ക് പാടിയാ വരും. ഉച്ചക്ക് പാടിയ വരില്ല, രാവിലെ. പക്ഷെ ഒരു വിരുന്നാര് വരുന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് എന്നാല് അല്ലേ? കുറച്ചരി വെന്തില്ലമ്മ. ഒരു വിരുന്നാര് വരുന്ന വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് വരൂല, എന്നാലും അതിനോട് സാമ്യമുണ്ട്. ഏതായാലും അടുത്ത് വരും. അതെ ഞാനേ ചകിരീൻ്റെ ഉണ്ടായിരുന്നത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കുമ്പോഴും ചെടി എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോഴും ഇത് ഇടാൻ വേണ്ടിയിട്ട്. പൊട്ടിയോ? സുരക്ഷിതായി വെച്ചിതാണ്ടായ ഞാൻ ഈ സുരക്ഷിതത്തിൽ വെക്കാൻ പറ്റൂല. പിന്നെ ഇതിങ്ങനെ കാണിച്ചാലേ മേല് ഉരയ്ക്കാൻ പറ്റൂട്ടോ. ഇങ്ങനെ ആക്കിച്ചിട്ട് നമുക്ക് ചണ്ടി വരുന്നുണ്ടല്ലോ, അതിങ്ങനെ ചെകിരി ഇങ്ങനെ കാണിച്ചിട്ട് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഉരച്ച് കളഞ്ഞിട്ട് ഈ നാര് പോലെ ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പൊടിയൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് അതിന്മേൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, ഇതിങ്ങനെ കവർ പൊഴിഞ്ഞിട്ട് അതൊക്കെ ഈ ചകിരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കയറുണ്ടാക്കും അടിച്ചിട്ട്. അങ്ങനെ പല പണിയുണ്ട്. പിന്നെ ചെടിക്ക് സൂപ്പറാണ് ഇതിൻ്റെ തുപ്പ്, ചകിരി തുപ്പ്. ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കണേ ചോദിച്ചാൽ നമുക്ക് ചെടി ഉണ്ടാക്കുമ്പോഴേ
അതിന്റെ അടിയിലൊക്കെ ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് എടുത്തുവെച്ചാല് അപ്പൊ ഇതിങ്ങനെ കിട്ടുമ്പോ എടുത്തുവെച്ചാല് ചെടിക്ക് വേരോടാന് നല്ലതാ പറഞ്ഞേക്കാം. മണ്ണ് ഇങ്ങനെ ഉറച്ചു പോകുമ്പോളേ. പിന്നെ നാളികേരം തൈ വാങ്ങി അതിലൊക്കെ ഇതുണ്ടായിരുന്നല്ലോ. നമുക്ക് പിന്നെ തെങ്ങും തൈ കിട്ടിയാലൊക്കെ ചോറുണ്ടായിരുന്നു. നമ്മളെ മോപ്പ അവിടെ വീട് നടന്നു കേട്ടോ. അത് നോക്കാൻ വേണ്ടി പോയതാണ്. അതിന് വേഗം ചട്ടി നല്ലോണം ചൂടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ എൻ്റെ മസാലപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞളും മുളകും മല്ലിപ്പൊടി ഇട്ടേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇടുന്നതാണെന്ന് അറിയുമല്ലോ. അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് മൂക്കട്ടെ കേട്ടോ. നമ്മൾ വാങ്ങിയ നല്ല വറുത്ത പൊടി തന്നെയാണ്. എന്നാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മൂക്കുമ്പോൾ കൂട്ടത്തിൽ കിടന്നിട്ടൊന്ന് മൂത്തോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. നോക്കട്ടെ ഇതിന് മുകളിലേക്ക് നടന്നിട്ടല്ലേ വേണ്ട. എന്താണ് ഇതിനോട് ഒക്കൂലല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട് ചമ്മന്തിപ്പൊടി അടിപൊളിയാ. മീൻകറി അടുപ്പത്ത് ആയിട്ടോ. തിളച്ചോണ്ട് നിൽക്കണം അടുപ്പിൽ. അതിൽ പിന്നെ ഞാൻ പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മീനൊക്കെ ഇട്ടു റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ രണ്ടടുപ്പിലും കൂടിയാണ് പണിയെടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ചോറ് ഇളമ്പും കാര്യങ്ങളെല്ലാം അവിടെ നടക്കണമുണ്ട്. എല്ലാം കൂടി ആയിട്ടാണ്. പപ്പടം ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നെങ്കിലും അത് കാച്ചില്ലെങ്കിൽ ശരിയല്ല. പപ്പടം കൂടി ആക്കട്ടെ കേട്ടോ. വെള്ളം കാണൂല, വെള്ളം കാണൂല അടിയിലെത്തിണ്ട്. പൂച്ച കരങ്ങാണ് ഇവിടെ പോരെ വേണമെങ്കിൽ എന്റെ ഇഡലിയുടെ ബാക്കിയുണ്ട് കുറച്ചിട്ട് തിന്നാണ്. ഇപ്പൊ നാളെ കാണുന്നേ ചോറിനാൻ പോവല്ലേ നമ്മള്. അപ്പൊ എല്ലാവർക്കും ബൈ.